ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പറയേണ്ടത്. സിനിമയുടെ 7-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. ഒപ്പം സുരേഷ് ഗോപി ആരാധകരാണെങ്കിൽ അടിച്ച് കയറി വാ എന്നാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒരു ബുധനാഴ്ച മിഡ് വർക്കിംഗ് ഡേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടിവ് അല്ലെങ്കിൽ നല്ല ലെവലിലുള്ള ഇടിവ് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് നല്ല മഴയുമാണ്. എന്നിരുന്നാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ പോകുന്നതെന്ന് തന്നെ പറയാം. സിനിമയ്ക്ക് നല്ല നെഗറ്റീവായിട്ടുള്ള ഒരു റിവ്യൂസാണ് കൂടുതലും വന്നിരിക്കുന്നത് ഈ ഒരു ദിവസങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ. പക്ഷേ അതിനെ കവർ ചെയ്തിട്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷനും പോകുന്നത്. എന്തായാലും ഇന്നലെ 1-2 പേർ സംശയം പറഞ്ഞു ഫേക്ക് കളക്ഷനാണോ. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പ്രമുഖ ട്രാക്കേഴ്സ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ സിനിമയുടെ ട്രാക്ക് ചെയ്യുന്ന അതേ ട്രാക്കറിൻ്റെ കണക്കുകൾ പ്രകാരം തന്നെയുള്ളതാണ്. ഇവിടെ 23-ാം തീയതിയാണ് ഇന്ന്. 664 ഷോകളിൽ നിന്ന് 10,800ഓളം ആളുകൾ ഇതുവരെ ടിക്കറ്റ് എടുത്തു എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നു 16,72,000, അതായത് 16,73,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഏറെക്കുറെ ഒരു 30 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരും. അതായത് ഫൈനൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 22 ലക്ഷം രൂപയെങ്കിലും ട്രാക്കേഴ്സ് മുഖാന്തരം വരുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 30-35 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും സിനിമയുടെ ശരിക്കുമുള്ള ഗ്രോസ് കളക്ഷനായിട്ട് വരുന്നത്. ഇന്നലെ ഫൈനൽ കളക്ഷൻ വന്നത് 881ഓളം ഷോകളിൽ നിന്ന് 28,08,000 രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇടയ്ക്ക് നല്ലൊരു കയറ്റം. പക്ഷേ എന്തുകൊണ്ടോ ഷോകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒക്യുപ്പൻസി നോക്കുമ്പോൾ മിനിങ്ങാന്നത്തേനേക്കാളും, അതായത് തിങ്കളാഴ്ചത്തേനേക്കാൾ കൂടുതലാണ് ഒക്യുപ്പൻസി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 30 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ട്രാക്ക്ഡ് കളക്ഷൻ വരുന്നത്. പക്ഷേ ഇടിവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു 1 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഇടിവ് തന്നെയാണ് തിങ്കളാഴ്ച വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഏറെക്കുറെ 40-45 ലക്ഷത്തിനിടയിലുള്ള എമൗണ്ടാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. തിങ്കളാഴ്ച 29 ലക്ഷമാണ്. അതായത് 45 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നിരിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നു സിനിമ 4 കോടിക്കടുത്ത് എത്തിയിരിക്കുന്നു. അതായത് സിനിമ 4.5 കോടിക്ക് മുകളിലേക്ക് കടന്ന് 5 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു മികച്ച രീതിയിലുള്ള ഒരു കോഡ് റൂം ഡ്രാമ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി അഴിഞ്ഞാടിയിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ നെഗറ്റീവായി പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ ഇടയ്ക്ക് എവിടെയും ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായി പറയുന്നത്. പക്ഷേ ഒരു സുരേഷ് ഗോപി ആരാധകനാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമ